ദിവേഷ്, ഇതിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്നുള്ളത് വ്യക്തമാണ്. ഇതിൽ ആർക്കൊക്കെ വീഴ്ച സംഭവിച്ചു എന്നുള്ളത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. കാരണം ഇവിടെ നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥരടക്കം പറഞ്ഞതനുസരിച്ച് VIP പവലിയൻ അടക്കമുണ്ട്. സാധാരണഗതിയിൽ മന്ത്രിമാരെയൊക്കെ അവിടെ കൊണ്ട് ഇരുത്തുകയാണ് പതിവ്. അവർക്കുള്ള ക്രമീകരണമൊക്കെ അവിടെ ഏർപ്പെടുത്തിയിരുന്നു. പിന്നെ എന്തുകൊണ്ട് ഇങ്ങോട്ട് മാറ്റിയെന്നറിയില്ല. നേരത്തെ നമുക്ക് ആദ്യം ഈ സംഭവം നടന്ന സ്ഥലത്തിൻ്റെ ഒരു രീതി മനസ്സിലാക്കാം. അതായത് ഇതാണ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം. സ്റ്റേഡിയത്തിൽ പരിപാടി ഭരതനാട്യം പെർഫോമൻസ് നടന്നത് അവിടെയാണ്. ഇവിടെ സ്റ്റേജ് ഒരുക്കിയിരുന്നു. ഇവിടെ LED സ്ക്രീനിൽ ഈ സ്റ്റേജിൻ്റെ ഈ ഭാഗത്ത് LED സ്ക്രീനിൽ പരിപാടി ആളുകൾക്ക് കാണാവുന്ന തരത്തിലാണ് ക്രമീകരിച്ചത്. അതിനും താഴെയായ ഒരു എക്സ്റ്റൻഷൻ പോലെയാണ് ഈ മന്ത്രിക്കും MLAക്കും MP ക്കും ഒക്കെ ഇരിക്കാൻ ഒരു ക്രമീകരണം ഒരുക്കിയത്. ഇത്രയുമാണ് ഇതിൻ്റെ വീതി. ഇവിടെ ഈ കസേര കിടക്കുന്ന തരത്തിലാണ് ആദ്യത്തെ കസേര ഇട്ടത്. അതായത് MLA അതിലൂടെ കയറി നടന്നു വരുന്നു, അവർ ഈ കസേരയിൽ ഇരിക്കുന്നു. ആ ഭാഗത്താണ് ഇരുന്നതിന് ശേഷം ഒന്നെണീറ്റ് തൊട്ടപ്പുറത്തുള്ള കസേരയിലേക്ക് ഒരാളെ കണ്ട ശേഷം അങ്ങോട്ട് നടക്കാൻ വേണ്ടി 2 സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചപ്പോഴേക്കും അതിനുള്ളൊരു സ്ഥലം ഇവിടെ ഇല്ല എന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുമ്പോൾ മനസ്സിലാവും. ഒരാൾ ഇരിക്കുന്നു, ആ കസേരയിൽ നിന്നാൽ ഇത്രയുമേ സ്ഥലമുള്ളൂ. ഇവിടെ നിന്നപ്പോഴേക്കും അവരൊന്ന് ബാലൻസ് തെറ്റുന്നത് പോലെ തോന്നി. അവരിവിടെ ഉണ്ടായിരുന്ന ഈ നിലത്ത് കാണുന്ന ആ റിബണിൽ പിടിക്കുന്നു. ആ റിബണിൽ പിടിച്ചപ്പോൾ അതിന് ഒട്ടും സുരക്ഷിതമല്ല. അതായത് ഒരു കസേരയെ വേർതിരിക്കാൻ വെക്കുന്ന ഒരു സംവിധാനമാണ് ഇത്രയും ഉയരമുള്ള സ്റ്റേജിൽ ഒരു ബാരിക്കേഡിന് പകരം വെച്ചതെന്നതാണ് ഇതിൽ ഏറ്റവും വലിയ വീഴ്ച. ആ റിബൺ സഹിതം സ്റ്റീൽ കമ്പി സഹിതം MLA ഇത്രയും ഉയരത്തിൽ നിന്ന് താഴേക്ക് വീഴുകയായിരുന്നു. അവർ വീണ സ്ഥലത്ത് അവരുടെ ചെരുപ്പ് കിടക്കുന്നുണ്ട്. കോൺക്രീറ്റ് ആണ്. തല വന്നിടിച്ചു. തലയിൽ നിന്ന് രക്തം വാർന്ന നിലയിൽ ബോധരഹിതയായിരുന്നു MLA അവിടെ കിടന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഓടുകയും ആംബുലൻസിൽ വേഗം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയുമായിരുന്നു. ആളുകൾ പറഞ്ഞത് ഈ കമ്പി സഹിതം പിടിവിട്ട് താഴേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നുള്ളതാണ്. ഏതാണ്ട് 16 അടിയിലധികം ഉയരമുണ്ട്. സംഘാടകർ പറഞ്ഞ വിചിത്രമായ വാദത്തിലേക്കാണ് ഇനി പോകുന്നത്. സംഘാടകർ പറഞ്ഞത് വെറും 2-3 അടി മാത്രമേ ഉയരമുള്ളൂ എന്നാണ്. അവർ പറഞ്ഞത് ഈ 2-3 അടി ഉയരമുള്ളൂ എന്ന് പറയുന്നത് ഈ സ്റ്റേജിൽ നിന്നുള്ള ഉയരത്തെയാണ് അവർ അതിന് ന്യായീകരണമായി കാണുന്നത്. അതായത് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ സാധാരണ ആളുകൾ ഇരിക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. അവിടെ കൃത്യമായി കമ്പിയുടെ ബാരിക്കേഡുണ്ട്. ഇവിടെ കസേരയിൽ ഇരിക്കുന്ന ആളുകൾക്ക് ബാലൻസ് തെറ്റിയാൽ പോലും താഴേക്ക് വീഴാൻ പറ്റാത്ത തരത്തിൽ, അല്ലെങ്കിൽ താഴെ നടക്കുന്ന പരിപാടി തടസ്സപ്പെടുത്താൻ കഴിയാത്ത വിധത്തിലുള്ള ബാരിക്കേഡ് സംവിധാനം ഈ സ്റ്റേഡിയത്തിലുണ്ട്. അതിന് മുകളിലേക്കാണ് ഉയരത്തിൽ ആ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് ഒരു സ്റ്റേജ് സംഘാടകർ നിർമ്മിച്ചത്. അത് ഈ ബാരിക്കേഡ് മറച്ചുകൊണ്ട് ഒരു സ്റ്റേജ് നിർമ്മിച്ചു. ആ സ്റ്റേജിലാണ് കസേരയിട്ട് ഇങ്ങനെ ഒരു പരിപാടി നടത്തിയത്. മന്ത്രിയും MP-യും ഒക്കെ പങ്കെടുക്കുന്ന, അതൊക്കെ പോട്ടെ, ആളുകൾക്ക് ഇരുന്ന് പരിപാടി കാണുമ്പോൾ സുരക്ഷിതമായി ഇരിക്കാൻ കഴിയുന്ന തരത്തിൽ ക്രമീകരണം ഏർപ്പെടുത്താത്തത് വലിയ വീഴ്ചയാണ്. സംഘാടകർ പറയുന്നത് ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ആദ്യം നിലത്ത് നിലവിളക്ക് കത്തിക്കാനായിരുന്നു പദ്ധതിയിട്ടത്. നിലത്ത് നിലവിളക്ക് വെക്കുന്നത് ശരിയല്ലെന്നൊരു അഭിപ്രായം വന്നപ്പോൾ പെട്ടെന്ന് ഇവിടേക്ക് മാറ്റുകയായിരുന്നു എന്നൊക്കെയാണ്. പക്ഷെ അങ്ങനെ മാറ്റിയാൽ പോലും ഒരു നിര കസേര ഇട്ടിരുന്നെങ്കിൽ പോലും ഈ അപകടം സംഭവിക്കുമായിരുന്നില്ല. ഈ MLAക്ക് അപകടം സംഭവിച്ചില്ലായിരുന്നെങ്കിൽ പോലും ഇതിനു ശേഷം കുട്ടികളടക്കം, ചെറിയ കുട്ടികളടക്കം ഈ സ്റ്റേജിൽ കയറി ഈ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങേണ്ടതായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങൾ കയറുമ്പോൾ അവർ ഇത്ര പോലും ശ്രദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല. അപ്പോൾ അതും ഒരു അപകടമായി മാറിയേനെ. അപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഇത്രയും ഉയരത്തിൽ ഒരു സ്റ്റേജ് കെട്ടുമ്പോൾ ഒരു ബാരിക്കേഡ് ഇല്ലാതെ അതിനോട് ചേർന്ന് ഒരാൾക്ക് എണീറ്റ് നിൽക്കാൻ കഴിയുന്ന മാത്രം അകലം വെച്ചുകൊണ്ട് ഒരു കസേര 2 നിരയായി ഇടുക എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ സുരക്ഷാ വീഴ്ചയാണ്. അതിൽ ഒരു ന്യായീകരണത്തിനും അടിസ്ഥാനമില്ല. മറ്റൊന്നുള്ളത്, ഈ സംഘാടകർ പറഞ്ഞതുപോലെ മറ്റൊന്നുള്ളത്, ഈ അപകടം നടന്നതിന് ശേഷവും ഈ പരിപാടി അതേ രീതിയിൽ തുടർന്നു എന്നുള്ളതാണ്. യാതൊരു തരത്തിലുള്ള ഒരു തടസ്സവുമില്ലാതെ അവർ തുടർന്നു. ഗിന്നസ് റെക്കോർഡ് പൂർത്തിയാക്കി സമ്മാനങ്ങളടക്കം കൈമാറുകയും ചെയ്തു. സംഘാടകർ പറഞ്ഞ് ഞങ്ങൾ ആഘോഷങ്ങൾ ഒഴിവാക്കിയത്. പക്ഷേ അങ്ങനെയല്ല. ഈ ഗിന്നസ് റെക്കോർഡുമായി ബന്ധപ്പെട്ട പരിപാടികൾ അവർ പൂർത്തീകരിച്ചു. ദിവ്യയുണ്ണി അടക്കം 12,000-ഓളം നർത്തകർ പങ്കെടുക്കുന്ന പരിപാടിയാണ്. അവർ പറഞ്ഞത് ഇത്രയും അധികം കുട്ടികളൊക്കെ പലയിടങ്ങളിൽ നിന്ന് വന്നതാണ്, അതുകൊണ്ട് അത് മുടക്കുന്നത് ശരിയല്ലാത്തത് കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയി എന്നതാണ്. അത് ഒരു പക്ഷേ അത് അങ്ങനെ തന്നെ പോട്ടെ. പക്ഷെ നമുക്ക് സംസാരിക്കാനുള്ളത് സുരക്ഷയെക്കുറിച്ചാണ്. ഇതിൽ ഫയർഫോഴ്സ് പറഞ്ഞത് അവർക്ക് ഫയർ ആൻഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങളാണ് അവർ ഒരുക്കിയതെന്നാണ്. അപ്പോൾ പോലീസ് അടക്കമുള്ള ഉദ്യോഗസ്ഥർ, മന്ത്രി അടക്കം പങ്കെടുക്കുന്ന ഒരു വേദി എങ്ങനെയായിരിക്കണം എന്നത് പരിശോധിക്കേണ്ടതല്ലേ എന്ന ചോദ്യമുണ്ട്. അങ്ങനെ ഒരു പരിശോധന ഇവിടെ നടന്നോ? സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു സ്റ്റേജിൽ അത് അനുവദിക്കാൻ കഴിയുന്ന തരത്തിലല്ല. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ അങ്ങനെ ഒരു പരിശോധന ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഉയർന്ന മറ്റൊരു ചോദ്യം. ഈ അപകടം നടന്നതിന് ശേഷം DCP സുദർശൻ അടക്കം ഇവിടെ എത്തുകയും പരിശോധന നടത്തുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളടക്കം പരിശോധിക്കും, എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മന്ത്രി സജി ചെറിയാൻ, ഹൈബി ഈഡൻ MP, ADGP
ശ്രീജിത്ത് അടക്കമുള്ളവർ ഈ സ്റ്റേജിലുണ്ടായിരുന്നു. ഏതാണ്ട് 20 മിനിറ്റോളം അപകടം നടന്ന ശേഷമാണ് ഹൈബീഡൻ എം പി വരുന്നത്. അപകടമുണ്ടായപ്പോൾ മന്ത്രി ഈ സ്റ്റേജിലുണ്ടായിരുന്നു. അതിനുശേഷം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ രണ്ടുപേരും ആശുപത്രിയിലേക്ക് വളരെ വിശദമായി തന്നെ പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്ര ഉയരത്തിൽ സ്റ്റേജ് പണിതിട്ട് അതിനോട് ചേർന്ന് ഒരടി പോലും ഗ്യാപ്പില്ലാതെ കസേര ഇട്ടു. അതിലൂടെ എങ്ങനെ നടന്ന് സാധാരണക്കാരാണെങ്കിലും പോകും. അങ്ങനെയാണ് ഈ അപകടം വരുത്തി വെച്ചത് എന്നതാണ് എൻ്റെ ഏറ്റവും സങ്കടകരമായ കാര്യം.